നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ തായിഫ് കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് നിമിതങ്ങൾ പോയി തിരിച്ചു വന്നു എന്നാണ്. അങ്ങനെയല്ല. 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. തായിഫിൽ 10 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഈ 10 ദിവസങ്ങളും ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. വല്ലാതെ കഷ്ടപ്പെട്ടു. 10 ദിവസം വെള്ളമില്ല, ആഹാരമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിഷമിച്ചു, കഷ്ടപ്പെട്ടു. ആ ദുഷ്ടന്മാർ നിബിതങ്ങളെ കൂർത്ത പാറക്കല്ലുകൾ തിരഞ്ഞെടുത്ത് അത് ശേഖരിച്ച് മുട്ടിന് താഴെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. കൂർത്ത പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ആ തിരുശരീരത്തെ പരിക്കേൽപ്പിച്ചു. കാലിൽ നിന്നും രക്തം വാർന്നൊഴുകി. ചെരുപ്പിൽ കട്ട പിടിച്ചു. ചെരുപ്പും കാലുമായി ഒട്ടിപ്പോയി. ചെരുപ്പിൽ നിന്ന് കാൽ ഊരാൻ പറ്റാത്ത വണ്ണം ഒട്ടിപ്പോയി. ചോര കട്ട പിടിച്ചു പോയി. കൂക്കി വിളിച്ചു, കൈകൊട്ടിപ്പാടി, ആക്ഷേപഗാനങ്ങൾ ഉന്നയിച്ചു. കാരണം നേതാക്കന്മാർ പറഞ്ഞു ശരിക്കൊന്ന് പെരുമാറി വിട്ടേക്കാൻ. സഹോദരങ്ങളെ മനസ്സിലാക്കണം, 1-2 ദിവസമല്ല, 10 ദിവസം. അവിടെ നിന്ന് പുറത്ത് കിടക്കാനും നിവൃത്തിയില്ല. പുറത്തിറങ്ങിയാൽ അപ്പന്മാർ കൂടെ കൂടുകയാണ്. ആകെ വിഷമിച്ചു. നിബിതങ്ങൾ ജീവനം കൊണ്ട് ഓടിയത് 1-2 കിലോമീറ്റർ അല്ല, 45 കിലോമീറ്ററാണ്. ഈ 45 കിലോമീറ്റർ ദൂരം പിന്തുടർന്ന് അവന്മാര് കല്ലെറിയുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. എന്തൊരു ത്യാഗമാണ്! സുബ്ഹാനല്ലാഹ്, നമുക്ക് ദീനിന്റെ പേരിൽ എന്ത് ത്യാഗം വന്നിട്ടുള്ളത്! ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ച് പറയുമെന്നല്ലാതെ ഉപദ്രവം നമുക്കുണ്ടായിട്ടില്ലല്ലോ. 45 കിലോമീറ്റർ പ്രവാചകൻ ഓടി തളർന്ന് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവസാനം ബോധം കെട്ടു വീണു. ബോധരഹിതനായി നിലംപതിച്ച പ്രവാചകന്റെ കൂടെ വളർത്തുമകൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു കൂടെ ഉണ്ട്. ആ യുവാവ് പ്രവാചകനെ കോരിയെടുത്ത് തോളിലിട്ട് ഒരു ഈന്തപ്പനത്തോട്ടത്തിനകത്ത് കടന്ന് കിണറിന്റെ അരികിലെത്തിച്ച് വെള്ളം കോരി മുഖത്ത് തെളിച്ച് ബോധം തെളിയിക്കുകയുണ്ടായി. നിങ്ങൾ ആ രംഗമൊന്ന് മനസ്സിൽ കൊണ്ടുവരണം. ബോധമില്ലാത്ത പ്രവാചകനെ താങ്ങിയെടുത്ത് കോരിയെടുത്ത് ഏതോ ഒരു തോട്ടത്തിനകത്ത് കയറി കിണറ്റിലെ വെള്ളം കോരി മുഖത്തൊഴിച്ച് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞ ഉടനെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ചെയ്തൊരു ദുആയുണ്ട്. ഓർക്കുമ്പോൾ ആ ദുആ വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും പലപ്പോഴും. അല്ലാഹുമ്മ ഇലൈക അഷ്കു ലൗഫ ഖുവതി വ ഖില്ലത ഹീലതി